അവർ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഞങ്ങളെപ്പോലെ തിന്നുന്ന, ഞങ്ങളെപ്പോലെ കുടിക്കുന്ന, ഞങ്ങളെപ്പോലെ ഭാര്യയും മക്കളുമുള്ള നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ പ്രവാചകന്മാരായി വിശ്വസിക്കുന്നത്? ഇതിവര് പറയും. വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉടന്തൻ ന്യായങ്ങൾ പറഞ്ഞു മാറി നിൽക്കും. പക്ഷേ ഇനി നിങ്ങൾ ആലോചിക്കണേ, ഇവരിലേക്ക് മാലാക്കമാരെ പറഞ്ഞേച്ചാൽ, അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന് മലക്ക് പറഞ്ഞാൽ എന്താ നാട്ടുകാർ പറയാ? നിങ്ങൾക്ക് എന്തേ പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ, നിങ്ങൾക്ക് അധ്വാനിക്കാനില്ലല്ലോ, നിങ്ങൾക്ക് ജോലിക്ക് പോവേണ്ടല്ലോ, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവേണ്ടല്ലോ, നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ, നിങ്ങൾക്ക് ഭാര്യയില്ലല്ലോ, നിങ്ങൾക്ക് മക്കളില്ലല്ലോ, നിങ്ങൾക്ക് എന്തും പറയാലോ, നിങ്ങൾ ഞങ്ങളെ പോലെയല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വാദവുമായി പോയിക്കോളൂ എന്നാണ് നാട്ടുകാർ പറയാ. ഇനി മനുഷ്യനായപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, എങ്ങനെയായാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ടാകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാനിന്റെ ലവലേശം പോലും അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയായി പോയത്. പക്ഷേ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, ഈമാൻ സലാമത്താക്കാൻ വേണ്ടി, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മരിക്കുന്ന സമയത്ത് പിശാചിന്റെ ശല്യമില്ലാതെ മരിക്കാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാണ് ഈ മൂന്നാളുകൾ പറഞ്ഞത്, ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും. നിങ്ങൾ വന്ന ശേഷം ഇവിടെ നാട്ടിൽ മഴയില്ല, നിങ്ങൾ വന്ന ശേഷം നാട്ടിൽ മഴയില്ല, നിങ്ങൾ വന്ന ശേഷം നാട്ടിൽ മഴയില്ല, നിങ്ങൾ ശകുനപ്പിഴയാണ്, നിങ്ങൾ അപലക്ഷണമാണ്. ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് നിങ്ങളെ ഓടിക്കുമെന്ന് ഇവർ പറയുകയാണ്. നിങ്ങൾ കാരണത്താൽ ഞങ്ങൾ ഇവിടെ മഴയില്ലാതെ പൊറുതികെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ് എന്ന് ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ശകുനപ്പിഴയില്ല, ഞങ്ങളുടെ അടുത്ത് അപലക്ഷണമില്ല, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണെന്ന് ഇവർ പറഞ്ഞു. ഇനി എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്റെ ചെറുപ്പക്കാരോട്, സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞു, ഒരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലുള്ള ഉപ്പ മരിച്ചു പോയാൽ വീട്ടിൽ ചർച്ചയാണ്. പെണ്ണ് കയറിയത് മുതൽ വീട്ടിൽ അപകടമാണ്, പെണ്ണ് കയറിയത് മുതൽ വീട്ടിൽ അപകടമാണ്. എന്തിനാണ് സഹോദരി അള്ളാഹുവിന്റെ ഖദാഇനെ വീട്ടിലേക്ക് വന്ന മരുമകളുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ഇത് വെറുതെ പറയുകയല്ല. ഒരുപാട് വീടുകളിൽ നിന്ന്, ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന്, ഒരുപാട് നാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന കഥകൾ കേട്ടതുകൊണ്ട് പറയുകയാണ്. വീട്ടിലേക്ക് കയറിയ ശേഷം ഉപ്പ മരിച്ചുപോയി ഒരാഴ്ച കൊണ്ട് പെണ്ണിന്റെ തലയിലേക്ക് എല്ലാവരും പഴിചാരുകയാണ്. വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇവള് കഷ്ടമാണ്, ഇവൾ അപലക്ഷണമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ. ഭർത്താവിന്റെ ജോലിയും പോയി, എല്ലാം ആ പെണ്ണിന്റെ തലയിലേക്ക്. എന്തിനാണ് പൊന്നുമോളെ, എന്തിനാണ് പെങ്ങളെ അള്ളാഹുവിന്റെ ഖദാഇനെ പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കല്ല. ആ പെണ്ണ് ഉത്തരവാദിയല്ല. പെണ്ണ് വന്നാലും വന്നില്ലേലും അള്ളാഹുവിന്റെ ഖദാ അവിടെ നടക്കാതിരിക്കില്ല. പെണ്ണ് വന്നാലും ഇല്ലെങ്കിലും, മരുമകൾ വന്നാലും വന്നില്ലേലും അവിടെ അള്ളാഹുവിന്റെ ഖദാ നടക്കാതിരിക്കില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇനി കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു പൊന്നുമോളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു മരുമകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വന്നിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും പെണ്ണിന്റെ ഉപ്പ മരിച്ചു പോയാൽ നിങ്ങൾ പറയുമോ ഈ ചെറുക്കനെ കെട്ടിയപ്പോഴാണ് അപകടം തുടങ്ങിയതെന്ന് പറയുമോ? അങ്ങനെ പറയാറില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ ആങ്ങള ആക്സിഡന്റിൽ മരിച്ചുപോയി, നിങ്ങൾ പറയുമോ ഈ ചെറുക്കൻ കാരണമാണ് ഇവിടെ അപകടം ഉണ്ടായതെന്ന്? അപ്പൊ എല്ലാം പെണ്ണിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. എന്തേ ഈ ചെറുക്കന്റെ വിഷയത്തിൽ ഈ കാര്യം പറയാത്തത്? ഈ ചെറുക്കനും വീട്ടിലേക്ക് കയറിയപ്പോഴല്ലേ ഈ വീടിന്റെ പിതാവിന്റെ ബിസിനസ് നഷ്ടപ്പെട്ടത്, ജോലിയിൽ നിന്ന് പെണ്ണിന്റെ പിതാവിനെ പിരിച്ചുവിട്ടത്. അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കല്ല പെണ്ണെ, കെട്ടിവെക്കല്ല കുടുംബക്കാരാ, കെട്ടിവെക്കല്ല സഹോദരിമാരെ. അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് മാത്രമല്ല, രക്ഷപ്പെടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്ന സ്വദഖത തദ്ഫഉ, ഇന്ന സ്വദഖത തറുദ്ദുൽ ബലാ.
സ്വതക്ക നൽകണേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അപകടങ്ങൾ വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ ശർറായ വിധിയിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മക്കള് മരിച്ചു പോകുന്നതിൽ നിന്ന്, ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാന്യമായ രീതിയിൽ ദിവസേന നിത്യേന സ്വതക്ക നൽകണേ. കഴിയുന്ന ഒരു സ്വതക്ക നൽകി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ സ്വതക്ക നൽകിയിരിക്കുകയാണ്, നിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അപകടങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. സ്വതക്കയാണ് അപകടങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല, പക്ഷി പറന്നാൽ യാത്ര ഒഴിവാക്കാൻ പാടില്ല. ഒരു മൈന കണ്ടാൽ അധ്യാപകന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും, 2 മൈന കണ്ടാൽ അടി വാങ്ങിക്കൂല. ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലില്ലേ? ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഒരു മൈന കണ്ടാലേ രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഓടി നടക്കലാണ്. കാരണം എങ്ങാനും ഒന്ന് കണ്ടിട്ട് സ്കൂളിലെത്തിയാൽ ഇന്ന് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? രണ്ടാമതൊരു മൈന കാണാൻ വേണ്ടി പറ്റും. സത്യത്തിൽ ആ കുട്ടിക്കാലത്ത് ഇന്നും ഈ വയസ്സായിട്ട് ആളുകൾ അതിങ്ങനെ പിന്തുടരുന്നുണ്ടോ എന്നാണ്. ഒരു സൂപ്പർസിഷൻ എന്ന് പറയില്ലേ, ഒരു അനാചാരം, ഒരു ആചാരം അല്ലെ, ഒരു എന്തായാലും പറയാ, അത് ഇന്നും പല ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഒരു വിഡ്ഢിത്തരാണ്. യാത്ര തുടങ്ങുമ്പോ പൂച്ച മുന്നിലൂടെ ഓടിപ്പോയി, അല്ല ഇന്ന് യാത്ര ചെയ്താൽ പോയി, ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നില്ല, ഇന്നുണ്ടത്, അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ വെറുതെയാണ്. പഠിച്ചോനെ ഇതൊക്കെ തീരുമാനിക്കുന്നത്. പൂച്ച അഡ്ഡം കടന്നു, പൂച്ച മറുകര കടന്നു, പൂച്ച പിന്നെ എന്താണ് കുറുകെ കടന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവൂല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാൽ ഒരു പൂച്ചയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അല്ലെ, പൂച്ചയ്ക്കൊന്ന് ഓടണ്ടേ? നാട്ടിലുള്ള പൂച്ചയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ ഉറങ്ങാനുള്ളതാണ്, അവർക്ക് ഓടി നടക്കണ്ടേ? അവർ ഓടുന്ന രീതിയിലൊന്ന് ഓടി. അപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഓടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പൂച്ച ഓടിയത് കൊണ്ട് നിങ്ങൾക്കൊരു അപകടം, ഒരു ചുക്കും വരും. ഇനി കഷ്ടകാലം പൂച്ച ഓടിയ ദിവസം എങ്ങാനും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാ പിന്നെ അതങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു പൂച്ച തന്നെയാണ് അപകടം ഉണ്ടാക്കിയത്. കുഫ്റിലേക്ക് അത് നയിക്കും. അല്ലാഹു കാക്കട്ടെ. വീട്ടിൽ കാക്ക കരയാറുണ്ട്, നമ്മുടെ കാക്കച്ചി കരയാറുണ്ട്. കാക്കച്ചി കരഞ്ഞാൽ എന്തായാലും ഇന്ന് വിരുന്നിന് വരുന്ന അതിഥികൾ വരുന്ന ഒരു വിശ്വാസം അത് വരാറുണ്ട്. കട്ടകാലത്ത് പലപ്പോഴും വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച കാക്ക കരഞ്ഞാൽ അതിഥി വരും. സത്യത്തിൽ കാക്ക കരഞ്ഞതുകൊണ്ടാണ് അതിഥി വരുന്നത്? അല്ല. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവരുത്. എല്ലാം റബ്ബിലേക്ക് ചേർക്കുക, മനുഷ്യന്മാരിലേക്കോ മൃഗങ്ങളിലേക്കോ ചേർക്കരുത്. മൂങ്ങ കരഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുന്നുള്ള ഒരു വിശ്വാസം, ഈ ഒരു വിശ്വാസം നിങ്ങൾ ഇങ്ങനെ പക്ഷി ലക്ഷണം ഒന്നും നോക്കരുത്. ഇതൊക്കെ തെറ്റാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവരിങ്ങനെ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാളുകൾ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രവാചകന്മാരാണ്, ഈസാ നബിയുടെ ദൂതന്മാരാണ്. മറ്റുള്ള ആളുകൾ നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, ഇല്ല നിങ്ങൾ ഓടിച്ചു വിടുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വയസ്സനായ ആട്ടിടയൻ ഓടി വരുന്നത്. അയാൾ മുസ്ലിമാണല്ലോ. അയാൾ തന്റെ മകന് ശിഫ നൽകിയപ്പോ മുസ്ലിമായ സാഹിബ് യാസീൻ ഹബീബുൻ നജ്ജാർ കടന്നു വന്നിട്ട് من نقص المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين. എന്തിനാണ് നാട്ടുകാരെ പൈസ വാങ്ങാതെ വാദ പറയുന്ന ഇവരെ നിങ്ങൾ കുറ്റം പറയുന്നത്? ഇവര് പൈസ വാങ്ങുന്നില്ലല്ലോ, ഇവര് കാശ് വാങ്ങുന്നില്ലല്ലോ. കാശ് വാങ്ങാൻ വന്നതാണെങ്കിൽ നമ്മൾ കൂടിച്ചുവിടാ. ഇവര് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ഇവർക്ക് ഇങ്ങനെ വാദ പറഞ്ഞത് കൊണ്ട് വല്ല നേട്ടവും ലഭിക്കാനുണ്ടോ? വല്ല നേട്ടവും ലഭിക്കാനുണ്ടോ? ഇവരുടെ സമയം നഷ്ടമായി എന്നല്ലാതെ, ഇവർക്ക് ജോലിക്ക് പോവാൻ പറ്റൂല എന്നല്ലാതെ, ഇവർക്ക് നിങ്ങളെ നന്നാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവര് വിളിക്കുന്നത് നന്മയിലേക്കാണ്. ഇവർക്കൊരു നേട്ടം ഇതിലില്ല, സാമ്പത്തിക ലാഭം ഇവർക്കിതിലില്ല, സ്ഥാനമോഹം ഇവർക്കിതിലില്ല. അതുകൊണ്ട് ഇവരെ വിശ്വസിക്കണേ എന്ന് സ്വാഹിബ് യാസീൻ എന്ന് പറയുന്ന ഹബീബുൻ നജ്ജാർ പറഞ്ഞപ്പോഴാണ് അവർ ചോദിച്ചത്, നീ ഇവരെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ? ഇവരെ കൊണ്ട് വിശ്വസിച്ച ആളാണോ, മുസ്ലിമാണോ താങ്കൾ?
അവര് പറഞ്ഞു, അതെ, ഇവരെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? അള്ളാഹുവിനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? കാരണം ലോകത്തിന്ന് ആരാധിക്കുന്ന സകലമാന ദൈവങ്ങൾ, പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ഉമ്മയെ ആരാധിക്കുന്നവരുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, വെള്ളത്തെ, തീയിനെ, മരങ്ങളെ, ബിംബങ്ങളെ ആരാധിക്കുന്ന പലരും ഇന്നുണ്ട്. പക്ഷേ അള്ളാഹു ഒരു ദ്രോഹം നൽകാൻ, അള്ളാഹു ഒരു അപകടം നൽകാൻ തീരുമാനിച്ചാൽ പശുവിനെ കൊണ്ട് ആ അപകടത്തെ തടയാൻ പറ്റുമോ? വെള്ളത്തെ കൊണ്ട് ആ അപകടത്തെ തടയാൻ പറ്റുമോ? തീയിനെ കൊണ്ട് അപകടത്തെ തടയാൻ പറ്റുമോ? ഒരു സുനാമി വരാൻ, ഒരു കൊടുങ്കാറ്റ് വരാൻ, ഒരു വെള്ളപ്പൊക്കം വരാൻ, ഒരു ഭൂകമ്പം വരാൻ അള്ളാഹു തീരുമാനിച്ചാൽ തീയിനെ കൊണ്ടോ, ബിംബങ്ങളെ കൊണ്ടോ, ഉമ്മമാരെ കൊണ്ടോ, അമ്മമാരെ കൊണ്ടോ, ആൾ ദൈവങ്ങളെ കൊണ്ടോ അതിനെ ചെറുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മനുഷ്യന്മാരെ, ഈ മൃഗങ്ങളെ, ഈ ജന്തുക്കളെ, ഈ മരങ്ങളെ ആരാധിച്ചിട്ട് എന്താണ് കാര്യം? ഇവരെ ഞാൻ ആരാധിക്കൂല, ഞാൻ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തെ പെരുമാറിയത്. എല്ലാവരും കൂടി തോട്ടപ്പെട്ട അടിക്കാൻ തുടങ്ങി അല്ലെ. നമ്മുടെ നാട്ടില് ഒന്ന് ഓട്ടോറിക്ഷ അടിച്ചാൽ മതി. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം, ഏതൊക്കെ നാട്ടിലുള്ള ഡ്രൈവർമാർ അവിടെ സത്യത്തിൽ തെറ്റ് ഓട്ടോറിക്ഷക്കാരനായിരിക്കും. എന്നാലും പാവപ്പെട്ട ഒരു കാറിന്റെ എന്തെങ്കിലും ഒരാൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി പോയായിരിക്കും. ഓട്ടോറിക്ഷക്കാരെല്ലാം കപ്പായം അടക്കി 4-5 യൂണിയനെല്ലാം വന്ന് ഓട്ടോറിക്ഷ കാറിന്റെ ഡ്രൈവറെ കൈമാറി. എന്നിട്ട് ഇവനോട് നഷ്ടപരിഹാരം ചോദിക്കുക അല്ലേ. ഇതൊക്കെ വലിയ മോശമാണ്. ഇതൊക്കെ കുറെ കാലം ഒന്നും നിലനിൽക്കില്ല. 4-5 ആളുകൾ കൂടി ഉണ്ടാകും, ഇതൊക്കെ ചെയ്യും. വേറെ എവിടെയെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ഇതുപോലെ പെടും. അന്ന് നീ ഒറ്റക്കാവും. തെറ്റുണ്ടെങ്കിലൊക്കെ തെറ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. തെറ്റ് ഡ്രൈവ് ആകുമ്പോ മനഃപൂർവ്വം ആരും പോയിട്ട് ഇടിക്കൂലല്ലോ അല്ലെ. ആരെങ്കിലും പോയിട്ട് ഓട്ടോറിക്ഷ വീട്ടൊന്നും ഇടിക്കല്ലെന്ന വീടൊന്ന് ആക്സിഡന്റ് ചോട്ടിടിക്കോ? അറിയാതെ തട്ടിപ്പോവല്ലേ, അറിയാതെ മുട്ടിപ്പോവല്ലേ? അതിനൊക്കെ ഇടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും തന്നെ എന്തൊക്കെ ഇവിടെ നടക്കും? ആലോചിക്കുക. അങ്ങനെ ഗുണ്ടായിസ് നടത്തുന്ന ആളുകളൊക്കെ ആലോചിക്കുക. ഒരു കാലഘട്ടത്തിൽ നീ ഒറ്റപ്പെടാൻ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗുണ്ടായിസം കളിച്ച ആരെങ്കിലും ജീവനോട് ബാക്കിയുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ തന്നെയല്ലേ കുറെ കൊലപാതകങ്ങളൊക്കെ നടന്നത്? വലിയ വലിയ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്ത് പറ്റി ഗുണ്ടകൾക്കൊക്കെ? കുറച്ചു കാലം ഇയാൾ കൊല്ലും, പിന്നെ ഇയാളെ വേറെ ആള് കൊല്ലും, പിന്നെ അയാളെ മറ്റൊരാൾ കൊല്ലും. ഇതാ ഗുണ്ടകളുടെ അവസ്ഥ. ചെയ്താ അവർക്കൊന്ന് ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ പറ്റൂല. പുറത്തിറങ്ങണമെങ്കിൽ വണ്ടിയിൽ വാള് വേണം, വണ്ടിയിൽ കത്തി വേണം, 4-5 ആളുകൾ പ്രൊട്ടക്ഷൻ വേണം. എങ്ങാനും ഒരു ദിവസം ചങ്ങായിമാരൊന്നും കിട്ടിയില്ലേ, ഖലാസ്, അങ്ങനല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണ്ടായിസൊക്കെ നിർത്തി ഒന്ന് മാന്യമായി ജീവിക്കാൻ നോക്കുക. ഈ തെമ്മാടിത്തരൊക്കെ നിർത്തി മാന്യമായി ജീവിക്കാൻ നോക്കുക. എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാം പുറത്തു കൊടുത്തു. ഒരു വണ്ടി തട്ടിയതിന്റെ പേരിൽ, ഹോർൺ അടിച്ചതിന്റെ പേരിൽ, മുട്ടിയതിന്റെ പേരിലൊന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്.